ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നൂൽപുട്ടും ഇഷ്ടം ഉണ്ടാക്കട്ടെ. അപ്പോൾ നൂൽപുട്ടേക്കുള്ള വെള്ളം തിളപ്പിക്കുകയാണ്. ഇതാ അരിപ്പൊടിയിലോട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ മാവെല്ലാം ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നൂൽപുട്ട് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് ഇപ്പത്തോട്ട് വയ്ക്കുക കേട്ടോ. ഇതാ നൂൽപുട്ടിൻ്റെ അച്ചിൽ ഞാൻ ഓയിലെല്ലാം തേച്ച് കുഴച്ച് വെച്ച മാവ് അതിൽ നിറയ്ക്കട്ടെ. ഇതാ ഓരോരോ നൂൽപുട്ടായിട്ട് നമുക്ക് പീച്ചെടുക്കട്ടെ. ചെറിയ ചെറിയ നൂൽപുട്ടല്ല കേട്ടോ, വലിയ നൂൽപുട്ടുകളാണ്. നമ്മൾ അടുപ്പത്തോട്ട് വെച്ചു, നിറച്ച് വെച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ നൂൽപുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഇഷ്ടയ്ക്ക് വേണ്ട ഉരുളക്കിഴങ്ങും സവാളയെല്ലാം കഴുകിയെടുക്കുക കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച ഇഷ്ടമായിട്ട് ഉണ്ടാക്കുന്നത്, തേങ്ങ അരയ്ക്കാത്തതല്ല, തേങ്ങ അരച്ച ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇതാ ഉരുളക്കിഴങ്ങെല്ലാം കട്ടാക്കി എടുക്കാണ്. ഉരുളക്കിഴങ്ങെല്ലാം കട്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലോട്ട് അരിഞ്ഞ് വെച്ച ഉള്ളിയും ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൽ അടച്ച് ഇപ്പം ഇതാ നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു. അപ്പോൾ എയറൊക്കെ കളഞ്ഞ് നമ്മളിതാ തേങ്ങ അരച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ലേ. അപ്പോൾ ഇതാ ഇഷ്ടം വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടാ. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നൂൽപുട്ടിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അടിപൊളി ടേസ്റ്റ് ആയിട്ടാ.